ഓം മനോബുദ്ധിരഹങ്കാരശ്ചിത്തം മേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാ വിപാത്മാ ഭൂയാസജ്ഞ സ്വാഹ. ഇപ്പോൾ ശരീരത്തിനു വേണ്ട ശുദ്ധി ആയിരിക്കുന്നു. ബാഹ്യശുദ്ധി ചെയ്തു കഴിഞ്ഞു. ഇനി ആഭ്യന്തരമായ ശുദ്ധിയാണ്. അതിനുവേണ്ടി പ്രാണായാമമാണ് വിധി. അവിടെ നിന്നുകൊണ്ട് ശ്വാസം പതുക്കെ ഉള്ളിലേക്ക് പറഞ്ഞു തരും. ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ചൊല്ലുന്ന മന്ത്രം മനസ്സിൽ ചൊല്ലി ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അച്യുതായ നമഃ. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അനന്തായ നമഃ. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം വീണ്ടും ഉള്ളിലേക്ക് എടുക്കുക. മം ഗോവിന്ദായ നമഃ. ശ്വാസം പുറത്തേക്ക് വിടുക. ഇപ്പോൾ ബാഹ്യമായും ആഭ്യന്തരവുമായുള്ള ശുദ്ധി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് നാരായണ തീർത്ഥമാണ്. ആ നാരായണ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നതിന് വേണ്ടി നാരായണനോളം തന്നെ ശുദ്ധി ആവശ്യമാണ്. അതിനു വേണ്ടിയുള്ള ധ്യാനമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സ്വസ്ഥമായി ഒന്ന് കണ്ണടച്ച് തന്റെ നട്ടലിന്റെ അടിയിൽ മൂലാധാര ചക്രത്തിൽ ഒരു പ്രകാശമുണ്ട് എന്ന് തിരിച്ചറിയുക. ആ പ്രകാശത്തിന് ഒരിളക്കം സംഭവിക്കുന്നു എന്നും ആ പ്രകാശം തന്റെ നട്ടലിലൂടെ ഉയർന്ന് സഹസ്രാരപത്മത്തിലേക്ക് മൂർധാവിലേക്ക് എത്തുന്നു എന്നും സങ്കല്പിക്കുക. അവിടെ കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടി ആ ചൈതന്യം വർത്തിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ സൂര്യപ്രഭയിൽ ശംഖചക്രഗദാപദ്മങ്ങളുമായി സാക്ഷാൽ മഹാവിഷ്ണു നിൽക്കുന്നതായി സങ്കല്പിക്കുക. ആ വേദനാരായണന്റെ തിരുപ്പാദങ്ങളിൽ നിന്നും ജ്ഞാനപ്രവാഹമായ അമൃത് ഉത്ഭവിക്കുന്നതായും അത് നമ്മളുടെ ശരീരമാകെയും വ്യാപിക്കുന്നതായും സങ്കല്പിക്കുക. 72,000-ലേറെ നാളികളെയും അത് ശുദ്ധീകരിക്കുന്നുവെന്നും തന്റെ കോശകോശാന്തരങ്ങളെല്ലാം തന്നെ അത് ശുദ്ധീകരിക്കുന്നുവെന്നും സങ്കല്പിച്ച് ആ ആനന്ദമായ ആ അമൃതത്തെ നുകരുക. ആ ആനന്ദമായ നാരായണ സ്വരൂപം തന്നെയാണ് താനെന്നും ആ നാരായണനോളം വേണ്ടുന്ന ശുദ്ധി തനിക്കും കഴിയുന്നു എന്നും മനസ്സിലാക്കുക. ആ നാരായണ നൃത്തത്തിൽ തന്നെയാണ് താൻ നിൽക്കുന്നു എന്നും ആ നാരായണനിലേക്ക് ആ നാരായണ നൃത്തത്തിലേക്ക് തന്നെ സ്വയം സമർപ്പിക്കുന്നു എന്ന ഭാവത്തിൽ എല്ലാവരും സ്നാനം ചെയ്യുക. 3, 9 എന്ന കണക്കിൽ അവനവനാകുന്ന രീതിയിൽ സ്നാനം ചെയ്യുക. ഇനി അങ്ങോട്ട് പുണ്യമാകുവാനില്ല, പാപങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് സങ്കല്പിച്ച് താൻ പുണ്യസ്വരൂപമാണ് എന്ന് സങ്കല്പിച്ച് ഉറക്കെ പറയുക. പുണ്യോ പുണ്യോ പുണ്യോ
തന്നെ എന്ന് സങ്കല്പിച്ച് ഉറക്കെ ഉറക്കെ ഉച്ചത്തിൽ എല്ലാവരും പറയുക.